ഹലോ നല്ല നമസ്കാരം. ഏക് ഒരു 2.5 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലവ് സ്റ്റോറി. അമീർ ഖാൻ പ്രൊഡക്ഷന്റെ ബാനറിൽ സുനിത പാണ്ഡെ സംവിധാനം ചെയ്ത ഏക് ദിൻ ഒരുപാട് വൈകാരികമായിട്ടുള്ള ഒരു പ്രണയ കഥയാണ് കൈകാര്യം ചെയ്യുന്നത്. അമീർ ഖാന്റെ മകൻ ജുനൈദ് ഖാന്റെ അരങ്ങേറ്റ ചിത്രം എന്നുള്ള നിലയിലും തെന്നിന്ത്യൻ താരം നമ്മുടെ പ്രിയപ്പെട്ട സായി പല്ലവിയുടെ ആദ്യ ഹിന്ദി ചിത്രം എന്ന നിലയിലും ഈ സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. IT ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഉൾവലിഞ്ഞ സ്വഭാവക്കാരനും ആത്മവിശ്വാസം ഒട്ടും കുറഞ്ഞ ഒരു മനുഷ്യൻ യുവാവാണ് നമ്മുടെ ദിനേശ് ശ്രീവാസ്ത. തന്റെ സഹപ്രവർത്തകയായിട്ടുള്ള മീരയോട് അയാൾക്ക് വലിയ ഇഷ്ടമാണ്. എന്നാൽ മീര പ്രണയിക്കുന്നത് അവളുടെ ബോസായിട്ടുള്ള നൗലനെയാണ്. ജപ്പാനിലേക്കുള്ള ഒരു ഓഫീസ് യാത്രക്കിടയിൽ മീരയ്ക്ക് ഒരു അപകടം സംഭവിക്കുകയും ഒരു ട്രാൻസിസ്റ്റ് ഗ്ലോബൽ അംനേഷ്യ എന്ന് പറയുന്ന അപൂർവ അവസ്ഥയിലൂടെ അവൾ കടന്നു പോവുകയും ഏകദേശം 24 മണിക്കൂർ നേരത്തെ അവളുടെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളുടെ ഓർമ്മകൾ പൂർണ്ണമായും നഷ്ടപ്പെടുന്നു. ഈ സാഹചര്യം മുതലെടുത്ത് ദിനേശ് അവളുടെ കാമുകനായിട്ട് അഭിനയിക്കുകയും അവളുമായിട്ട് ഒരുമിച്ച് ഒരു പകൽ ചിലവഴിക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് ഓർമ്മകൾ തിരികെ വരുമ്പോൾ ഈ ഒരു ദിവസത്തെ കാര്യങ്ങൾ അവൾ മറന്നുപോവുകയാണ്. ആ ഒരു അറിവ് കൊണ്ട് തന്നെ ദിനേശ് ഈ സ്നേഹപ്രകടനം നടത്തുന്നത് തന്നെ 2026 തോന്നുന്നു നമ്മുടെ വൺ ഡേ എന്ന് പറയുന്ന തായ് സിനിമയുടെ ഔദ്യോഗിക റീമേക്ക് തന്നെയാണ് ഈ ചിത്രം. ഒറിജിനൽ സിനിമയുടെ ആത്മാവ് ചോർന്നു പോകാതെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലെ ആ സിനിമയുണ്ട്, ഞാൻ കണ്ടതാണ്. അപ്പോൾ ആ സിനിമയുടെ കഥയെ ഇന്ത്യൻ പശ്ചാത്തലത്തേക്ക് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഒറിജിനൽ സിനിമയുടെ ഫ്രെയിം ബൈ ഫ്രെയിം അനുകരണങ്ങൾ തന്നെയാണ് പലയിടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് സായി പല്ലവിയുടെ ഒരു പ്രകടനം തന്നെയാണ്. വളരെ സ്വാഭാവികമായിട്ടുള്ള, അതോടൊപ്പം തന്നെ ഒരുപാട് വൈകാരികമായിട്ട് മീര എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അവളുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ സിനിമയിൽ ഒരു വലിയ ജീവൻ നൽകുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത്. ജുനൈദ് എന്ന് പറയുമ്പോൾ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ജുനൈദ് വലിയ ഭേദപ്പെട്ട ഒരു ഇത് തന്നെയാണ്. ഒരു ഇൻട്രോവേർട്ട് കഥാപാത്രത്തിന് അനുയോജ്യമായിട്ടുള്ള ശരീരഭാഷ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്, അത് കൊള്ളാം. പക്ഷെ എങ്കിൽ പോലും ഒരു റീമേക്കിന്റെ ഭാഗമായതിനാൽ ഒറിജിനൽ സിനിമയിലെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒണ്ടേ എന്ന് പറയുന്ന ആ സിനിമയുടെ ആ നായകനുമായിട്ട് താരതമ്യം വരുന്നു എന്നുള്ളൊരു ഉൾഭയം ഒരു പക്ഷേ ഈ പെർഫോമൻസിൽ അദ്ദേഹത്തിന്റെ ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുനി പാണ്ഡെ വളരെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കഥ പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രണയകഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് വൈകാരികത കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു, അദ്ദേഹത്തിന്റെ സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മനോജ് ലോകയുടെ ക്യാമറ വർക്കുകൾ അതിമനോഹരമാണ്. ജപ്പാനിലെ മഞ്ഞുവീഴ്ചയുള്ള ലൊക്കേഷനുകളും ഒരു സ്നോ ഫെസ്റ്റിവലിലും സിനിമയെ വളരെ ഗംഭീരമായിട്ടുള്ള കാഴ്ചയിൽ സുന്ദരമാക്കിയിട്ടുണ്ട്. ജപ്പാൻ തന്നെ ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തെ പോലെ അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് സ്പെഷ്യലി സായി പല്ലവി മദ്യപിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സീനൊക്കെ ഗംഭീരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു മണിയുടെ ഒരു ഇത് വൈകാരികമായിട്ടുള്ള കുറെ മൊമെന്റും, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഗംഭീരമാണ്, അതിന്റെ സീനും ബെസ്റ്റാണ്, ക്യാമറ വർക്ക് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാം സമ്പത്തിന്റെ സംഗീതം കേട്ടില്ല എന്ന് വെച്ചാൽ കേട്ടില്ല. എനിക്ക് പാട്ടുകൾ ഒരുപാട് ഫീൽ ആയിട്ടുള്ള വലിയ ഗംഭീരമായിട്ട് എന്ന് പറയുമ്പോൾ സ്ലോ പാട്ടാണ്, പക്ഷെ അത് നല്ല ഫീലുള്ള രീതിയിൽ പാട്ടുകൾ അവതരിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയ ഇതായിട്ട് എനിക്ക് തോന്നിയില്ല, എങ്കിൽ പോലും കുഴപ്പമില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓക്കെയാണ്, പക്ഷെ പാട്ടുകൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിൽ ഒരു പ്രത്യേകമായിട്ട് ആ പാട്ട് എനിക്ക് സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരു ഫീൽ കിട്ടി. പാട്ടുകൾക്ക് കഥയോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, ഗംഭീരമായിട്ടുണ്ട്. അതോടൊപ്പം ലതാപാത ലേഡീസ് എന്ന് പറയുന്ന സിനിമയുടെ പ്രശസ്ത ആയിട്ടുള്ള സ്നേഹ ദേശായിയുടെ സംഭാഷണങ്ങളും തിരക്കഥയും സിനിമയുടെ ഒരു പോസിറ്റീവ് ഘടകം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഇതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ആ സിനിമയുടെ ക്ലൈമാക്സിന്റെ സിനിമയുടെ അവസാന ഭാഗം വളരെ ഒരുപാട് വൈകാരികമായിട്ടുള്ള, മീര തന്റെ ആ ഒരു വീഡിയോ റെക്കോർഡിങ് കാണുന്നതും ദിനേശിന്റെ ആത്മാർത്ഥതയെ തിരിച്ചറിയുന്നതും ഒരുപാട് നമ്മളെ സ്പർശിക്കുന്ന ഒരുപാട് നല്ല നിമിഷമാണ്. അതോടൊപ്പം തന്നെ മാന്യനായിട്ടുള്ള ഒരു നായകൻ, ആ ഒരു ഓർമ്മപ്പെടുത്ത പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കാത്ത മാന്യനായിട്ടുള്ള ഒരു നായകനായിട്ടാണ് ദിനേശിനെ ഇതിൽ നന്നായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ ഒരു പോസിറ്റീവായിട്ട്. അതോടൊപ്പം തന്നെ പരദൂഷണം പറയുന്ന ഒരു 2 സ്ത്രീ കഥാപാത്രങ്ങൾ ഓഫീസിനകത്തായിരുന്നാലും, അതോടൊപ്പം തന്നെ അവരെ ടൂർ പോകുന്ന സമയത്ത് വള്ളത്തിനകത്തൊക്കെ വെച്ച് ഉള്ള ആ ഒരു സാധനമൊക്കെ എനിക്ക് ഗംഭീരമായിട്ട് ആ 2 കഥാപാത്രങ്ങളെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവർ കിടിലം പിന്നെ അവർ ഒരുപാട് സിനിമകളിൽ കയറി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കിടിലം സാധനം. വിമർശനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ സിനിമയുടെ സ്ലോ പേസിംഗ് ആണ്. സിനിമ ആ ഒരു ഒഴുക്ക് വളരെ സ്ലോ ആയിട്ടാണ്, ആ ഒരു രീതിയിലാണ് പോകുന്നത്. കാരണം മടുപ്പുണ്ടാക്കുന്നുണ്ട്. കാരണം നമുക്ക് ഒരു ലവ് സ്റ്റോറി പ്രതീക്ഷിച്ച് പോകുമ്പോൾ ഇതൊന്നും ഇല്ല, ഒരു സാധനങ്ങളും ഇല്ല എന്നുള്ളതാണ്. കാരണം
മസാല പടമായിട്ടല്ല ഈ ഒരു ലവ് സ്റ്റോറിയെ ഇത് പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഥയിലേക്ക് കടക്കുക എന്നുള്ളതിൻ്റെ അപ്പുറം ഇതിനെ വലിച്ചു നീട്ടി, തുടക്കത്തിൽ കുറേ വലിച്ചു നീട്ടലുണ്ട്. കാരണം ആ ബോസുമായിട്ടുള്ള കുറേ സീനുകൾ, പിന്നെ ഓഫീസിലെ കുറേ സീനുകളൊക്കെ അതൊന്ന് ഡ്രിം ചെയ്തിരുന്നെങ്കിൽ സ്വല്പം കൂടി സിനിമ എൻഗേജ്ഡ് ആകുമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതിൽ തുടക്കത്തിൽ നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആമീർ ഖാൻ എന്തിനാണ് ഈ റീമേക്കുകൾ മാത്രം പരീക്ഷിക്കുന്നത്? പുതിയ കഥകളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. എന്തിനാണ് ചുമ്മാ എപ്പോഴും ഈ റീമേക്ക് തന്നെ കൊണ്ടുവന്ന് വയ്ക്കുന്നതിന്റെ കാര്യം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ സിനിമ എന്തിനാണ് തിയേറ്ററിലൊക്കെ ഇറക്കുന്ന, OTT ഇറക്കിയാൽ പോലെ ഇങ്ങനെ റീമേക്ക് ചെയ്യാനാണെങ്കിൽ? അപ്പോൾ ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത് OTT ഈ സിനിമ ഇറക്കിയാൽ മതി. അല്ലാതെ എന്തിനാണ് പിന്നെ ഇങ്ങനെ തിയേറ്ററിലിട്ട് വലിപ്പിക്കുന്നത് എന്തിനാണ്? എന്തായിരുന്നാലും പിന്നെ സായി പല്ലവിയുടെ ഒരു മികച്ച ഒരു പ്രകടനം, ഒരു കിടിലം ലൊക്കേഷൻസ്, അങ്ങനെ കുറേ ഹൃദയസ്പർശീയ പാട്ടുകളൊക്കെ ഉള്ള ഒരു നല്ല അനുഭവമാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. പക്ഷേ ഈ സിനിമയ്ക്ക് എനിക്ക് വലിയ റേറ്റിംഗ് കൊടുക്കാൻ കഴിയില്ല. കാരണം ഈ സിനിമയ്ക്കുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതുമയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. കഥയ്ക്കൊരു പുതുമയില്ല. കാരണം റീമേക്ക് ആയതുകൊണ്ട് തന്നെ കഥയ്ക്ക് പുതുമ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഒരു 2.5 മാർക്ക് കൊടുക്കുന്നത് 5-ൽ. എന്തായിരുന്നാലും ഒരു തവണ കാണാൻ പറ്റുന്ന, OTT ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ലവ് സ്റ്റോറി ആയിട്ടാണ് എനിക്ക് ഏക് ദിൻ അനുഭവപ്പെട്ടത്. താങ്ക് യു.